സർ ടോം എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രോജക്റ്റ് ടീം ലീഡറിന് ഹാൻഡിൽ ചെയ്യാമല്ലോ. ഒരു മിനിറ്റ്, ടീം ലീഡർ വാങ്ങിച്ചോളൂ. സാർ ഞാനല്ലേ ടീം ലീഡർ? അതൊക്കെ ഇന്നലെ തന്നെ മാറിയ മേയ. നിന്നോട് ഞാൻ ചോദിച്ചില്ല. എന്നെ ചോദിച്ചോളൂ, മറുപടി. സാർ ഇന്നലെ നമ്മൾ സാർ ഡിസൈഡ് ചെയ്തതല്ലേ, പിന്നെ എന്താ സംഭവിച്ചത്? അല്ല അമ്മേ, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ശ്രീനി സാറാണ്. സാറ് ഇങ്ങനെ പറഞ്ഞു പഴയ TL തന്നെ മതിയാണ്. സാർ ഉറപ്പാണ്? തരാതരം മാറ്റി എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റ്. 2 ആഴ്ച സമയം കിട്ടിയിട്ടുണ്ട്. സമയം എടുത്ത് നല്ല വൃത്തിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ബോസ്. സാർ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉഴപ്പാണ്. ഞാൻ എന്തായാലും ടൈമിന്റെ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കും. സാർ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാമല്ലോ. പിന്നെ അറിയാലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രോജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലാതെ പ്രോജക്റ്റിന് ഇടയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാനും ക്യാബിനിലിരുന്ന് വട്ടം കൂടി വർത്താനം പറയാനും ഒരുമിച്ച് ആവശ്യമില്ലാതെ പുറത്തു പോകാനും അങ്ങനത്തെ പരിപാടി ഞാൻ സമ്മതിക്കില്ല കേട്ടോ. സാർ ഇവിടെ അങ്ങനെ ആരും വെറുതെ സംസാരിച്ചിരിക്കാനോ ക്യാൻറ്റീനിൽ പോയി വർത്തമാനം പറയാനോ പോയിട്ടില്ല. സാറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ. അതിന് ഞാൻ ജെസ്സിയുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. പൊതുവായിട്ടൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. സാറേ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ കഴിഞ്ഞ ഓണത്തെ പോലെ പ്രോജക്റ്റിനിടയിൽ കിടന്ന് അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനും ആ പരിപാടി ഒന്നും ഞാൻ സമ്മതിക്കില്ല. പുറമെ ഞാനിത്തിരി സൗമ്യനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാൽ ഞാൻ പുലിയോ കേട്ടല്ല. നമുക്ക് അറിഞ്ഞൂടി ഇത് ബോസ് പുലിയാണ്. പിന്നെ ഈ കഴിഞ്ഞ ഓണം ഉണ്ടായതുപോലെ പ്രോജക്റ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് ഫയൽ എററായിപ്പോയി, ഒന്നും കാണാനില്ല, ഡിലീറ്റ് ആയിപ്പോയി, അങ്ങനത്തെ എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല തവണ കേട്ടല്ല. അയ്യോ അമ്മേശ്വർ അത് മറന്നു. അത് ഞങ്ങളല്ല പറഞ്ഞത്, ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ക്രിസ്റ്റീന, അവളായിരുന്നു പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയില്ലല്ലോ. ആ സാറിന് ഒന്നും ഓർമ്മ കാണത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഹാർഡ് ഡിസ്കിന്റെ കാര്യം. അതൊന്ന് എല്ലാവരും സൂക്ഷിച്ചു വെച്ചോ. അവനവന്റെ ഹാർഡ് ഡിസ്ക് കണ്ണൊന്ന് തെറ്റിയോ ഏതെങ്കിലും പട്ടി നാറിയത് എടുത്തു മാറ്റും. പിന്നെ അത് സ്റ്റാഫിന്റെ തലയിലാവും. പിന്നെ അത് കിട്ടാൻ പരുമല പള്ളിയിൽ നമ്മൾ നേർച്ച നേരേണ്ടി വരും. അതുകൂടെ എടുത്ത് പറഞ്ഞേക്കണേ സാർ. അല്ല അത് ബോസിനെ അറിഞ്ഞൂടല്ലോ, ബോസ് അതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അതെ, ഞാനതൊരു ബന്ധമല്ലോ. പിന്നെ എന്തിനാ പിന്നെ വന്നു കയറി എടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഉദ്ദേശം? സൗകര്യം പോലെ പറഞ്ഞുതരാം. അതെ, ഒരു കാര്യം ഞാൻ പറയും. ഈ ഹാർഡ് ഡിസ്കും പ്രോജക്റ്റും ലാപ്ടോപ്പും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കമ്പനി ആണ്, എന്നാൽ പോലും അതൊക്കെ സ്വന്തമായിട്ട് സൂക്ഷിക്കണം. മനസ്സിലായ? സ്റ്റാഫിന്റെ ഉത്തരവാദിത്വം, അല്ലാതെ അത് കമ്പനിയുടെ ഉത്തരവാദിത്വമൊന്നുമില്ല ഇതൊക്കെ നോക്കണം എന്നുള്ളത്. മനസ്സിലായല്ല? ശരിയാ, മനസ്സിലായി സാർ. എല്ലാം സൂക്ഷിച്ചു വെക്കാൻ ബോസ്. അതെ അതെ, സൂക്ഷിച്ച് വെച്ചാൽ മതി സാർ. അപ്പോൾ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പിന്നെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും നന്നായിട്ട് ഒരുമിച്ച് നിന്ന് അഴുക്കും അടിയൊന്നും ഉണ്ടാക്കാതെ TL പറയുന്നത് കേട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഞങ്ങൾക്കല്ലേ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞെന്ന് വെച്ചോ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2 ആഴ്ച സമയമുള്ളൂ, അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. തർക്കം വരായിരിക്കും ചോദിക്കണം. ഈ സബ്മിഷന് TL തന്നെ പോകേണ്ടി വരുമോ? ഇല്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ആയില്ല. സബ്മിഷൻ്റെ കാര്യങ്ങൾ ഡേറ്റ് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോകാൻ എന്തെങ്കിലും ഉണ്ടോ? എവിടെ? ആർക്ക്? അല്ല, ഫാമിലി ആയിട്ടോ മറ്റോ പോകാൻ ഉണ്ടോ? അല്ല, ഈ ഫാമിലി ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ അറിയാം. അതെ, ഞാൻ ചോദിച്ചാൽ ഈ ഓഫീസ് പരമായിട്ടുള്ള കാര്യത്തിലേ നല്ല പ്ലാനിങ് ആണല്ലോ എല്ലാം മൊത്തത്തിൽ. ഫാമിലി ആണല്ലോ എല്ലാം. ആണല്ലോ. അതെ. അല്ല ഒന്നുമില്ല ബോസ്, പിന്നെ അപ്പം നോക്കാം. ഓക്കെ, ശരി. അപ്പം ഞാൻ അങ്ങോട്ട് സാർ ചെല്ലട്ടെ. എല്ലായിടത്തും എനിക്കാണല്ലോ പണി കിട്ടുന്നത്. സാർ